നമസ്കാരം. UAEcarloan.com സ്വാഗതം. ഞാൻ ദീപക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം നമ്മളുടെ സർവീസ് 10 അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഗൂഢചിന്താഗതിയുടെ ഭാഗം മാത്രമായിട്ടാണ്. ഇതുകൊണ്ട് എത്ര ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്നാലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇന്നത്തെ നമ്മുടെ ചോദ്യം, സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലോൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓരോരോ നിയമങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ ആരും വിചാരിക്കരുത് ഇത് ഞങ്ങളുടെ നിയമമാണെന്നും ഞങ്ങളുടെ പോളിസീസ് ആണെന്നും ആരും വിചാരിക്കരുത്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോളിസിയോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനങ്ങളോ ഇല്ല. ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം ബാങ്കിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് പറയുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു ലോണും കാര്യങ്ങളും പോസിബിൾ അല്ല. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പേ സ്ലിപ്പ് മാത്രമാണല്ലോ കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലേബർ കോൺട്രാക്റ്റ് കൊടുത്ത് നമുക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇതൊക്കെ ഇത് മാത്രമാണ്. നമ്മൾ കാർ ലോണിലേക്ക് പോകുമ്പോൾ എല്ലാ ബാങ്കും സാലറി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ചോദിക്കുന്നുണ്ട്. ഈ സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഇത്ര കാലമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ എന്നും അതുപോലെ എന്നൊക്കെ തെളിയിക്കുന്ന അവരുടെ ലെറ്റർ ഹെഡിൽ എഴുതിയ ഒരു സർട്ടിഫിക്കറ്റാണ് ഈ പറയുന്ന സാധനം. അപ്പോൾ ഇത് കമ്പനിയിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇത് കമ്പനി നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഒരു വെരിഫിക്കേഷനും ഉണ്ടാകും. സാധാരണ രീതിയിൽ പല രീതിയിലുള്ള കമ്പനികളുണ്ട്. ഒന്ന് നമ്മളുടെ ഫ്രീ സോൺ കമ്പനികളുണ്ട്, അല്ലെങ്കിൽ മെയിൻലാൻഡ് കമ്പനികളുണ്ട്. മെയിൻലാൻഡ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും അവർ ഇഷ്യൂ ചെയ്യുക. ഫ്രീ സോൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഫ്രീ സോൺ കമ്പനിയിൽ നിന്നുള്ള, അതായത് അത് ഫ്രീ സോണിൻ്റെ ഒരു അതോറിറ്റി ഉണ്ടാവുമല്ലോ, അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും വേണ്ടതെന്ന് തെറ്റിദ്ധാരണയുണ്ട്. അല്ല, നമ്മൾ ആ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആ അതോറിറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ കമ്പനി തരുന്ന, നമ്മുടെ എംപ്ലോയർ തരുന്ന ആ സർട്ടിഫിക്കറ്റ്, ആ എംപ്ലോയറിൻ്റെ ലെറ്റർ ഹെഡിലുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. ഒരു സാലറി സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ സാലറി സർട്ടിഫിക്കറ്റിന് അതിൻ്റേതായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഏകദേശം ഇങ്ങനെയാണ്. ഒരു ലെറ്റർ ഹെഡിലായിരിക്കണം. ആ ലെറ്റർ ഹെഡിൽ ഡേറ്റ് ഉണ്ടാവണം, എന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഉണ്ടാവണം. അത് കൂടാതെ ആ ലെറ്റർ ഹെഡിൻ്റെ താഴെ ഹോം ഇറ്റ് മേ കൺസേൺ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവണം. അതിനകത്ത് നമ്മളുടെ പേരുണ്ടാവണം. എംപ്ലോയറുടെ അല്ല, എംപ്ലോയിയുടെ പേര്. ഒരു എംപ്ലോയിയുടെ പേര്, ആ എംപ്ലോയിയുടെ പേരുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ ഉണ്ടാവണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ജോയിനിങ് ഡേറ്റ് ഉണ്ടാവണം, മന്ത് ഉണ്ടാവണം, ഇയർ ഉണ്ടാവണം. പിന്നെ സ്വാഭാവികമായിട്ടും അതിനകത്ത് വരുന്ന ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഇത് ആരാണ് ചെയ്തത്. ആ കമ്പനിയും അയാൾക്കുള്ള ബന്ധം, അല്ലെങ്കിൽ ആ കമ്പനിയും അല്ല, അയാളുടെ പൊസിഷൻ, അയാളുടെ പേര്, പൊസിഷൻ, അയാളുടെ സിഗ്നേച്ചർ, അയാളുടെ സ്റ്റാമ്പ്, ആ കമ്പനിയുടെ സ്റ്റാമ്പ്, ഇതെല്ലാം ലെറ്റർ ഹെഡിലായിരിക്കണം. ചില സാലറി സർട്ടിഫിക്കറ്റുകൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നമുക്കിതിൻ്റെ ഒറിജിനൽ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. നിർബന്ധമായിട്ടും ഒറിജിനൽ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഈ സർട്ടിഫിക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ ആവശ്യമില്ല. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് ആണെന്ന് കമ്പനിയിൽ നിന്ന് അത് കൺഫേം ചെയ്യണം. എന്നിരുന്നാൽ മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഒറിജിനൽ ആവശ്യമില്ലാത്തേ ഉള്ളൂ. അല്ലാത്ത കേസുകളിൽ ഒറിജിനൽ നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും സാലറി സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു ടൈം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് ചില സർട്ടിഫിക്കറ്റിൽ 6 മാസം എന്നൊക്കെ എഴുതാറുണ്ടെങ്കിലും അതൊന്നും എല്ലാം ബാങ്ക് അക്സെപ്റ്റ് ചെയ്തോളണം നിർബന്ധമില്ല. ബാങ്കിൻ്റെ കൺസേൺ അനുസരിച്ച് ഒരു സാലറി സർട്ടിഫിക്കറ്റിൻ്റെ മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഏകദേശം 30 ദിവസമാണ്. അതായത് എന്നാണോ ഇഷ്യൂ ചെയ്ത ഡേറ്റ് തൊട്ടിട്ട് അന്ന് തൊട്ടിട്ട് 30 ഡേയ്സ് വരെയാണ് ടൈമുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 30 ഡേയ്സിലേക്ക് വരെ എത്തിക്കാൻ നിൽക്കരുത്. കാരണം ഇത് നമ്മൾ സ്ക്രീനിങ്ങിൽ പോകുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റിലേക്ക് മൂവ് ചെയ്യുന്നു, അപ്രൂവൽ ആവുന്നു, ഇതിനൊരു ടൈം ഡിലേ എടുക്കും. അപ്പോൾ ഏകദേശം സാലറി സർട്ടിഫിക്കറ്റിന് 10 ദിവസം മുന്നേയെങ്കിലും വാലിഡിറ്റി ഉള്ള സമയത്ത് തന്നെ ഇത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പിന്നെ കമ്പനിയിൽ നിന്ന് സാലറി സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഡേറ്റൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും. ഒരു കാരണവശാലും ചെയ്യരുത്. വെരിഫിക്കേഷന് പോകും. വെരിഫിക്കേഷന് പോയി കഴിഞ്ഞതിന് ശേഷം ഇതിന് നമ്മൾ ഒറിജിനൽ നമ്മൾ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്രശ്നമായി 101% വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ എഡിറ്റൊന്നും ചെയ്യാതെ നേരിട്ട് കമ്പനിയിൽ നിന്ന് തന്നെയുള്ളത് വാങ്ങിക്കുക. സേഫായിട്ട് ചെയ്യുക. കാരണം വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടുണ്ടാവും. വളരെ റെയർ കേസുകളിൽ നമുക്ക് ഒഴിവാക്കി ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ട്. പക്ഷേ അത് റെയറാണെന്ന് മാത്രം മനസ്സിലാക്കുക. നമുക്ക് സാധാ പ്രൊസീജിയർ അനുസരിച്ച് നിർബന്ധമായിട്ടും പ്രോപ്പർ സാലറി സർട്ടിഫിക്കറ്റ് ബാക്കി ഡോക്യുമെൻസും വേണം. അപ്പോൾ അടുത്ത വീഡിയോസ് നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. ഇന്ന്
ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ സർവീസ് ഇതാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി വാങ്ങിക്കാം. എവിടെ നിന്ന് വണ്ടി വാങ്ങിച്ചാലും വിൽക്കുന്ന ആൾക്ക് അപ്പോൾ തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കുകയും ക്യാഷ് കൊടുത്തതിന് ശേഷം അയാളിൽ നിന്നും നമ്മൾ വണ്ടി വാങ്ങിച്ച് നിങ്ങളുടെ പേരിൽ സീറോ ഡൗൺ പേയ്മെൻറ്റ് വഴി സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ബാങ്ക് വഴി ലോൺ ചെയ്തു തരുന്ന ഒരു സർവീസാണ് ഞങ്ങളുടെ സർവീസ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ www.uaecarloan.com എന്ന വെബ്സൈറ്റിൽ വരിക. താങ്ക് യു.